ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് രണ്ടാമത് വേറൊരു ഘട്ടം കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആദ്യം ഈ വാർത്തയുടെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ജോഷ്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കല്ലങ്കോടൻ മൊയ്തു സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനു പെട്ടെന്ന് ചിരി വന്നു. കാരണം മനു പറഞ്ഞൊരു ഡയലോഗ് ഓർത്താണ് ചിരി വന്നത്. രേഖ എവിടെ എന്ന ചോദ്യത്തിന് വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. രേഖ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിക്കുന്ന അവസ്ഥ, അത് ഓർമ്മ വന്നു പെട്ടെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ കല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്ന ആളാണ് 1.20 ലക്ഷത്തിന് ഈ ഭൂമി ലീഗിന് തന്നെ വിറ്റത്. ഈ കല്ലങ്കോട് മൊയ്തു ഈ ഭവന നിർമ്മാണ സമിതിയിൽ അംഗമാണ്. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ അമ്മാവൻ കൂടിയാണ്. ഇങ്ങനെയുള്ള കല്ലങ്കോട് മൊയ്തുവാണ് 1.20 ലക്ഷം രൂപ, അതായത് സാധാരണ ഈ പ്രദേശത്ത് തൃക്കൈപ്പറ്റയിലുള്ള ഭൂമിയുടെ വിലയുടെ 5 ഇരട്ടി വിലയ്ക്ക് തൻ്റെ സ്വന്തം ഭൂമി ലീഗിന് തന്നെ വിറ്റിരിക്കുന്നു. താനിരിക്കുന്ന ഭവന നിർമ്മാണ സമിതിയിലേക്ക് വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ. അതായത് വിറ്റഴിയാത്ത ഭൂമി വളരെ വലിയ വിലയ്ക്ക് ഈ ഒരു സന്ദർഭം ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച് വിറ്റു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം ചെയ്ത വിദ്യകളാണ് മറ്റ് ലീഗിനെ കൂട്ടുപിടിച്ചു. ലീഗ് ഉടനെ തന്നെ ഞങ്ങൾ ആകെ ചെയ്തത് ഈ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. വില്ലേജ് ഓഫീസർക്കെതിരെയായിരുന്നു ലീഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം കടന്നുപോയത്. വില്ലേജ് ഓഫീസർ സർക്കാരിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ എല്ലാ ലീഗുകാരോടും എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ മനുഷ്യനും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് അന്വേഷിച്ചു നോക്കണം. തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസറുടെ രാഷ്ട്രീയം എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു CPIM-കാരനോ അല്ലെങ്കിൽ സർക്കാരിനെ അതുപോലെ തന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരാളോ അല്ല എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അദ്ദേഹം കൃത്യമായും ഈ ഒരു ഭൂമിയുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കൃത്യനിർവഹണം കൃത്യമായി നടത്തി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അദ്ദേഹം ഞങ്ങൾ വിവരാവകാശം ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഞങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടി വന്നത്. എന്തായാലും ഭൂമി തോട്ടം ഭൂമിയാണോ എന്നുള്ള കാര്യം തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസിലേക്ക് അദ്ദേഹം ഈ റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. തോട്ടം ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത് ഉടമകളാണ്. ഈ രേഖകൾ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട്. ഈ രേഖകൾ ഞങ്ങൾ ലാൻഡ് ബോർഡിൽ സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് വാർത്താ സമ്മേളനം നടത്തിയത്, ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ 16-നും 19-നും കൊണ്ടുപോയി കൊടുക്കേണ്ടിയിരുന്ന രേഖകളൊന്നും തന്നെ ലീഗ് ഇതുവരെ ഹാജരാക്കിയില്ല. പകരം ചെയ്തിരിക്കുന്നത് 10 ദിവസത്തേക്ക് അവധി ചോദിച്ചിരിക്കുകയാണ്. ഈ 10 ദിവസം അവധി ചോദിച്ച അതേസമയം തന്നെ ഈ കല്ലങ്കോട് മൊയ്തു താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർക്ക് എല്ലാ രേഖകളും കയ്യിലുണ്ട് എന്ന് പറയുന്ന അവർക്ക് അത് ഹാജരാക്കാൻ വീണ്ടും എന്തിനാണ് ഈ സാവകാശം? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ അവധി നീട്ടി ചോദിച്ചിരിക്കുന്നത്? ഒരൊറ്റ കാര്യം മാത്രമേ നമുക്കറിയാനുള്ളൂ. ഇപ്പോൾ NTO ജോഷ്ലിയുടെ കയ്യിൽ നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടെങ്കിൽ നമ്മൾ ഒരു വിവാദമുണ്ടായാൽ ആദ്യ മിനിറ്റിൽ തന്നെ ആ രേഖകൾ പൊതുസമൂഹത്തിന് മുൻപിൽ നൽകില്ലേ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ ഹാജരാക്കില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ലീഗ് നേതൃത്വത്തിന് അത് കഴിയാതെ പോകുന്നത്? ആ ഒരൊറ്റ ചോദ്യമേ നമുക്കുള്ളൂ. തീർച്ചയായും ആ ഭൂമിയിൽ ആകെ പ്രശ്നങ്ങളുടെ ഉള്ള ഒരു ഭൂമിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന 11 ഏക്കറിലധികം ഭൂമി കല്ലങ്കോട് മൊയ്തു എന്ത് ചെയ്തു എന്നുള്ള കാര്യമടക്കം പരിശോധനയിൽ വരേണ്ടതാണ്. അതായത് തലമുറകളായി കൈമാറി വന്നിരുന്ന വലിയ ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ തോട്ടം ഭൂമിയാണ്, കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടമാണ് ഇത്തരത്തിൽ നിയമങ്ങളെ മറികടക്കാനായി പല വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടൊക്കെ പല രേഖകളാക്കി മാറ്റിയിട്ടുള്ളത്. അത് ഇപ്പോഴും സ്വന്തം ഭൂമിയുടെ രേഖ പോലും ഹാജരാക്കാനാവാത്ത വിധത്തിൽ കല്ലങ്കോട് മൊയ്തു താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർക്ക് തന്നെ തങ്ങളുടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാനുള്ള വിവരാവകാശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നും ഇന്നും ലീഗ് നേതാക്കൾ തങ്ങളിതാ ഇപ്പോൾ പോയി ലാൻഡ് ബോർഡ് ഓഫീസർക്ക് മുന്നിൽ രേഖകൾ ഹാജരാക്കും എന്ന് പറയുകയല്ലാതെ ഇതുവരെ ഈ ലാൻഡ് ബോർഡ് ഓഫീസർക്ക് മുന്നിൽ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല ലീഗ് നേതൃത്വത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ കല്ലങ്കോട് മൊയ്തുവിന്റെ കയ്യിലോ യാതൊരു രേഖയുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കല്ലങ്കോടൻ മൊയ്തു ഇത്തരത്തിൽ ഒരു അപേക്ഷ ലാൻഡ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇനി ലാൻഡ് ബോർഡ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രേഖകൾ കല്ലങ്കോട് മൊയ്തുവിന് ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ലീഗ് നേതൃത്വത്തെ ആകെ കബളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം ഈ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കറിയാം PK കുടുംബമാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ള വലിയൊരു പ്രശ്നം PK കുഞ്ഞാലിക്കുട്ടിയുടെ
അവരുടെ ബന്ധു, അതുപോലെ തന്നെ MLA ഈ കല്ലങ്കോട് മൊയ്തു, അവരുടെ ബന്ധുവായ കല്ലങ്കോട് മൊയ്തു, ഇവരൊക്കെ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. PK ഫിറോസ് അടക്കമുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് വയനാട്ടിലെ ലീഗ് നേതൃത്വത്തിനിടയിൽ വലിയ പ്രശ്നമായി ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ് വയനാട്ടിലെ ലീഗ് നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ KM ഷാജി അടക്കമുള്ളവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ലീഗ് നേതൃത്വത്തിനിടയിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് ഈ വയനാട് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വയനാട്ടിലെ ഭൂമി അത് നല്ല കാര്യത്തിനല്ല എന്നുള്ള കാര്യം ഓർക്കണം. ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയല്ല, ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച്, ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് ഉപയോഗിച്ച് ഇവർ നടത്തിയ അട്ടിമറികളുടെ പ്രശ്നമാണ് ലീഗിനെയും ഇപ്പോൾ കുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് തങ്ങളെ ആ ഭവന നിർമ്മാണ സമിതിയിൽ പങ്കെടുപ്പിച്ചില്ല, അല്ലെങ്കിൽ അംഗമാക്കിയില്ല എന്നുള്ളതും, തങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള കാര്യവും, മറ്റൊരു ഭാഗത്ത് തങ്ങൾക്ക് ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇതൊന്നും അറിയണ്ട എന്നുള്ള ഭാവത്തിൽ ഇവരുടേതായി സ്വന്തമായി എല്ലാ കാര്യങ്ങളും നടത്തുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയ 40 കോടി രൂപ അത് പല വിധത്തിൽ ചെലവഴിക്കുന്നു, അതിന് കയ്യും കണക്കുമില്ലാതെ ചെലവഴിക്കുന്നു എന്നുള്ള ഒരു ദൃശ്യമാണ്. വളരെ ഗൗരവതരമായ ആക്ഷേപമാണ് ജോഷ്ല. പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ മുൻപിലേക്ക് 3 വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ പോയ മിനിറ്റുകളിൽ ഞങ്ങൾ നൽകിയത്. ഒന്ന്, കോൺഗ്രസിന്റെ ആപ്പിൽ ഒരു രേഖയുമില്ല, ഒന്നുമില്ല. 2, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ പാലക്കാട് നിന്ന് ഉയർന്നു വന്ന പരാതി, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്കെതിരെ ഞങ്ങൾ പിരിച്ച പണത്തിന്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കുന്നു. ഞങ്ങളല്ല ചോദിച്ചത് പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളാണ്. ഇനി മറ്റൊരു വാർത്ത ഇപ്പോൾ ജോഷ്ല നൽകിയത്, എല്ലാ രേഖകളും കയ്യിലുണ്ടെന്ന് പറഞ്ഞ ലീഗ് നേതൃത്വം ഇപ്പോൾ രേഖകളില്ലാതെ അലയുകയാണ്, സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ്. ആ രേഖകൾ ഇതാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ വാർത്തയ്ക്ക് ഒരു രണ്ടാമതൊരു വശം കൂടിയുണ്ട്. ജോഷില, ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ജോഷ്ലയ്ക്ക് ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ജോഷ്ലയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കട്ടെ പൊതുസമൂഹം, കേൾക്കട്ടെ പ്രേക്ഷകർ. മനു, അത് മറ്റൊരു കാര്യം, ഇന്നലെ മുതൽ ഇന്റർനാഷണൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗുകാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. PK ഫിറോസ് ഇവിടെ തോട്ടം ഭൂമി അല്ലെങ്കിൽ ഭൂമി കിട്ടാനില്ല, ഈ വിലക്കല്ലാതെ ഭൂമി കിട്ടാനില്ല വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെയും എല്ലാവരെയും വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു. എന്നാൽ വയനാട്ടിലെ ഒരു അഭിഭാഷകൻ ചാത്തുക്കുട്ടി എൻ്റെ കക്ഷികളടക്കം കുറഞ്ഞ വിലയിൽ ഭൂമി നൽകാൻ തയ്യാറാണ്, തോട്ടം ഭൂമി അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ തരാൻ തയ്യാറാണ്, മറ്റു ഭൂമികളും തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനം ഇത് ലീഗിന്, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, വിദേശത്ത് നിന്നുള്ള ലീഗ് നേതൃത്വത്തിന് വലിയ KMCC അടക്കമുള്ള ആളുകൾക്ക് നേതൃത്വത്തിനടക്കം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്റർനാഷണൽ കോളുകൾ ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളമാണ് പറയുന്നത്, വ്യാജമാണ് പറയുന്നത്, നിന്നെ കാണിച്ചു തരാം, കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും മുഴുവൻ ആളുകൾക്കും നിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല കൈരളിയുടെ സ്റ്റുഡിയോയിൽ നിന്നാണ് എനിക്ക് നിന്റെ ഫോൺ നമ്പർ കിട്ടിയത്, ഞങ്ങൾക്ക് നിന്റെ ഫോൺ നമ്പർ കിട്ടിയത്, ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഞങ്ങൾ നിന്നെ ശരിയാക്കി കളയാം എന്നുള്ള രീതിയിലുള്ള ഇന്റർനാഷണൽ കോളുകൾ കൈരളി സ്റ്റുഡിയോയിൽ, ഞാൻ അന്വേഷിച്ചിടത്തോളം കൈരളി സ്റ്റുഡിയോയിൽ വന്ന കൈരളി സ്റ്റുഡിയോയിൽ നിന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു റിപ്പോർട്ടറുടെ ഫോൺ നമ്പർ ആർക്കും കൊടുക്കും എന്നുള്ളതാണ്. കൈരളിക്ക് അങ്ങനെ ഒരു പിടിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജോഷില, ഈ വിളിക്കുന്നവരൊക്കെ മുഖമില്ലാത്തവരാണ്, പൊതുസമൂഹത്തിന്റെ മുൻപിൽ വരാൻ ഭയമുള്ളവരാണ് നമ്മളെ ഈ വാർത്ത കൊടുത്തതിന്റെ പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഒരൊറ്റ കാര്യമേ നമുക്ക് പറയാനുള്ളൂ, ധൈര്യമുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് ഈ കൊടുത്ത വാർത്തകൾ തെറ്റാണെന്നങ്ങ് തെളിയിക്കട്ടെ. അങ്ങ് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നില്ലേ? അതിന് ചെയ്യാൻ ധൈര്യമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഈ മുഖമില്ലാത്ത ഭീഷണികൾ. നമ്മളതൊക്കെ എത്ര കണ്ടതാണ് ജോഷില. ഒളിച്ചും പാത്തുമുള്ള ഈ കളികൾ അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. അത്രേ ഉള്ളൂ, നമ്മളിതൊക്കെ എത്ര കണ്ടതാണെന്നേ. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ കളികളൊക്കെ അവസാനിപ്പിക്കണം. നേരിട്ട് പറയാം, കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്താം. അത്രേ ഉള്ളൂ, നമുക്കതേ പറയാനുള്ളൂ. ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ശൂന്യതയിൽ നിന്ന് എഴുതി കൂട്ടിയെടുത്ത രേഖകളല്ല നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയത്. ഈ മുഖമില്ലാതെ നൽകുന്ന ഭീഷണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചുരുട്ടിക്കൂട്ടി കൈവച്ചാൽ മതി കേട്ടോ. ഇത് മണ്ണ് വേറെയാണ്, ഇതാളും വേറെയാണ്. അത് മാത്രമാണ് ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ജോഷില, രാവിലെ ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയതിന്.